ഈ ഒരു കളി പോരട്ടാ ഏഷ്യ കപ്പ് എടുക്കാൻ. ഇന്ത്യ ഒമാന്റെതേ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. 149-2, 18 ഓവറിൽ 149-2 വിക്കറ്റാണ് ഒമാന്റെ പോയേക്കണത്. ഹസാദ് മിശ്ര 47 റൺസ്, 28 ബോളിൽ 27 വയസ്സുള്ള പയ്യന്. പിന്നെ വേറൊരു ആളുണ്ടായിരുന്നു, അമീർ. അദ്ദേഹം ഇപ്പോ 46 ബോളിൽ നിന്ന് 64 റൺസ് അടിച്ചിട്ട് ഹാർദിക് പാണ്ഡ്യയുടെ ഒരു മികച്ച ക്യാച്ചിൽ അദ്ദേഹം പുറത്തായി. അവസാന ഓവറുകളിൽ 15 ഓവറുകൾക്ക് ശേഷം ഇന്ത്യ ഒരു പക്ഷെ കളി തോക്കുമെന്നുള്ള സ്ഥിതിയിലേക്ക് പേടിച്ചൊക്കെ പോയിട്ടുണ്ടാവും. സൂര്യകുമാർ യാദവ് അത്ര നേരം ഭയങ്കര സിമ്പിൾ ആയിട്ട് കണ്ടിരുന്ന ഒരു കളിയില്ലേ, പിന്നീട് ഭയങ്കര സീരിയസ് ആയി. ഇപ്പോഴും കളി നടന്നുകൊണ്ടിരിക്കുന്നത്. സീരിയസ് ആയി. 2 ഓവർ ഉണ്ട്, ഇന്ത്യ ജയിക്കും മിക്കവാറും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, ഇന്ത്യ ലോകത്തിലെ T20 1-ാം നമ്പർ ടീം. T20 മാത്രം, ഏകദിനത്തിലും ടെസ്റ്റിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് 1-ാം നമ്പറും 2-ാം നമ്പറൊക്കെ മാറി മാറി, അർജന്റീന, ബ്രസീൽ, സ്പെയിനൊക്കെ പോലെ ഫുട്ബോളിൽ പറയുന്ന പോലെ മാറി മാറി വരുന്ന ടീം. ഒമാൻ എവിടെ കിടക്കണം, ഇന്ത്യ എവിടെ കിടക്കണം? അതൊന്നുമല്ല. ഈ ഒരു കളിയെ നമ്മൾ നോക്കിക്കഴിയുകയാണെങ്കിൽ, ഇതിപ്പോ ബൗണ്ടറി അടിച്ച് ഈ ഒരു കളിയെ നമ്മൾ നോക്കിക്കഴിയുകയാണെങ്കിൽ എന്താ കാര്യം എന്നറിയാം, നമ്മുടെ ബൗളിംഗ് ഭയങ്കര പ്രശ്നം. കുൽദീപ് യാദവിന് അത്യാവശ്യം അടി കിട്ടി. കഴിഞ്ഞ 2 കളിയിലെ ഹീറോ ശിവം ദുബായ് എന്ന് പറയുന്ന ഒരു പ്ലെയർ T20 എടുത്തിട്ടുണ്ട്. ശ്രേയസ് അയ്യരെയൊക്കെ ഒഴിവാക്കി അദ്ദേഹം ബൗൾ ചെയ്യുമെന്നും പറഞ്ഞാൽ എടുത്തേക്കണം. 3 ഓവറിൽ 31 റൺസാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഹാർദിക് പാണ്ഡ്യ അത്യാവശ്യം കുഴപ്പമില്ലാതെ ബോൾ ചെയ്യുന്നത്, പക്ഷെ ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളർ അല്ല. ഇന്ത്യക്ക് കഴിഞ്ഞ കളികളെയൊക്കെ പോലെ വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നില്ല. ഇന്ത്യ 2 മാറ്റങ്ങളായിട്ടാണ് ഇറങ്ങിയത്. ജസ്പ്രീത് ബുംറയുടെ, നമ്മുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയെ നമ്മൾ അവിടെ ഇരുത്തി, ഈ വിശ്രമം കൊടുത്ത്, അദ്ദേഹത്തിന്റെ ഫിസിക്കൽ കണ്ടീഷൻ നോക്കി വിശ്രമം കൊടുത്ത്. കാര്യം സൂപ്പർ 4-ൽ കളിക്കാനുള്ളതല്ല. രണ്ടാമത്തത് അദ്ദേഹത്തിന് പറഞ്ഞ അർഷദീപ് സിംഗിനെ എടുത്ത് വരുൺ ചക്രവർത്തി ഒഴിവാക്കിയിട്ട് ഹർഷിത് റാണയെ ഒരു ടീമിലെടുത്ത്. കാര്യം ഗംഭീറിനെ വളരെ ഇഷ്ടക്കാരനാണ്. അതുകൊണ്ടാണ് T20 ഏകദിനായാലും 3 ഫോർമാറ്റിലും ടെസ്റ്റിലായാലും ഹർഷിത് റാണ കളിക്കുന്നത്. പക്ഷേ ഉണ്ടല്ല, ഈ ഒരു കളി കണ്ടവർക്ക് കൃത്യമായി മനസ്സിലാവും. ഈ കളി കൃത്യമായി അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിംഗ്, അതായത് സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മയുടെ തുടക്കത്തിൽ ഇന്ത്യ എന്താണോ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് അതേപോലെ തന്നെ അഭിഷേക് ശർമ്മനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് രക്ഷപ്പെട്ട്. അതേപോലെ തന്നെ ശുഭ്മാൻ ഗില്ലിന്റെ കാര്യം കൃത്യമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്ലാസിക് പ്ലെയർ ആണ്. അദ്ദേഹം ടെസ്റ്റിൽ വൺ ഡേ ഇപ്പൊ 2020 വരവിന് ശേഷം 1 ഡേ ഫോർമാറ്റ് മാത്രം കളിച്ചിരുന്ന ഒരു സമയമാണെങ്കിൽ ഹീസ് എ സ്റ്റാർ ബാറ്റർ. T20 നമ്മുടെ അദ്ദേഹം IPL മികച്ച രീതിയിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരമാണ് അദ്ദേഹം, അല്ലെ? ഗുജറാത്ത് ടൈറ്റൻസ് താരമാണ്. അപ്പോ തിളങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ടീമിലേക്ക്, അതായത് സൗത്ത് ആഫ്രിക്കയിൽ പോയി കളിച്ച, ബംഗ്ലാദേശിൽ കളിച്ച, ഇംഗ്ലണ്ടിനെതിരെ T20 കളിച്ച് കത്തി നിൽക്കുന്ന ഈ യുവനിരയുടെ ഇടയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്ന് വെക്കപ്പോൾ ടീമിലെ സന്തുലിതാവസ്ഥ തന്നെ നഷ്ടപ്പെട്ടെന്നാണ് എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ. വേറെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇദ്ദേഹം ഈ 3 കളിയിൽ കളിച്ചത് മര്യാദക്ക് കളിച്ചില്ല. അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് ശൈലി കണ്ട. അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ ഒരു മികച്ച ബൗളിംഗ്, അതായത് ഒരു ഇൻസൈഡ് ഒരു കട്ടർ ബോളിലാണ് അദ്ദേഹം ഔട്ടാവുന്നത്. അതൊരു മികച്ച ബോൾ തന്നെയായിരുന്നു. ആരെയും കൊണ്ട് പെട്ടെന്ന് പ്രതിരോധിക്കാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ കളിയിലോ അല്ലെങ്കിൽ അതിക്ക് മുമ്പത്തെ കളിയിൽ UAE കളിയിൽ 54 റൺസ് ആയിരുന്നു ഇന്ത്യയുടെ വിജയലക്ഷ്യം. അഭിഷേക് ശർമ്മ സിമ്പിൾ ആയിട്ട് അടിച്ചെടുത്തി. പക്ഷെ ഇത് ഒമാനെതിരെ കൃത്യമായി ഇന്ത്യ വളരെ മികച്ച രീതിയിൽ ലോകത്ത് 1-ാം നമ്പർ ടീം അനായാസമായി ജയിക്കേണ്ട കളി അവസാനം വരെ എത്തിച്ചു. കളി കഴിഞ്ഞിട്ടില്ല, എത്തിച്ചു. ഹർഷിത് റാണ ഈ അർഷദീപ് സിംഗിന്റെ മാത്രം എടുത്തു. അർഷദീപ് സിംഗിന്റെ ഒക്കെ ബൗളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോകോത്തര നിലവാരത്തിൽ ഇന്ത്യക്ക് 2020 വേൾഡ് കപ്പിലൊക്കെ കളിച്ച എല്ലാ കളിയിലും കളിച്ച ഒരു ബോളറാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ബൗളിംഗ് നിലവാരം വളരെയേറെ താഴത്തോട്ട് പോകും. ഹർഷിത് റാണ എന്തോ നമ്മ നെറ്റ്സിൽ പന്തെറിയുന്ന പോലെയാണ് പന്തെറിയുന്നത്, എടുത്ത് തൂക്കി അടിക്കുകയാണെന്നേ. ശിവൻ ദുബെ, അത് തിലക് വർമ്മേനെ കൊണ്ടടക്കം, അഭിഷേക് ശർമ്മനെ കൊണ്ടടക്കം, സൂര്യകുമാർ യാദവ് ഒരു പ്രാക്ടീസ് മാച്ച് കണക്കിൽ ബൗൾ ചെയ്യിച്ചു എന്നുള്ളത് ശരിയാണ്. 18.2 ഓവർ 151 ഹാർദിക് പാണ്ഡ്യ ഒരു വിക്കറ്റ് ടേക്കിംഗ് ആയിട്ട് കഴിയുന്നുള്ളത്. ഒമാനെതിരെ 2 വിക്കറ്റ് എടുക്കാൻ പറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 18.2 ഓവർ അവർ ഇന്ത്യക്കെതിരെ 154 റൺസായിട്ട് അടിച്ചു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ ബോളിംഗ് വളരെയേറെ മോശമല്ലേ? അതായത് കുൽദീപ് യാദവിന് ഇത്തവണ വളരെ ഇതായിട്ട് അക്ഷർ പട്ടേൽ ഒരൊറ്റ ഓവർ എറിഞ്ഞോളൂ. ഒരു പക്ഷേ ഏഷ്യൻ പിച്ചുകളിൽ ഈ സ്പിന്നിനെ തുറക്കുന്ന പിച്ച് ആയതുകൊണ്ടായിരിക്കാം ഈ ബൗളർമാർക്ക് ഇങ്ങനെ അടികൊണ്ടത്. ഇന്ത്യ അങ്ങനെ പരീക്ഷിച്ചതായിരിക്കാം എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു ബാറ്റിംഗ് ശൈലി തന്നെ അക്ഷർ പട്ടേൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു. ഒരു പരീക്ഷണ കളിയായിരുന്നു, പ്രാക്ടീസ് മാച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പരീക്ഷണ കളിയായിരുന്നു. പക്ഷെ ഇതിനകത്ത് ബൗളിങ്ങിൽ ആ ഒരു ഇത് കണ്ടപ്പോൾ ലോകത്തിൽ 1-ാം നമ്പർ ടീമാണ് ഈ ഒമാനെതിരെ കളിച്ചിട്ട് വെറുതെ അടി വാങ്ങിച്ചു കൂട്ടേണെന്നേ. കളി കണ്ട നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. വെറുതെ അടി വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു കളിയും കൊണ്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഏഷ്യ കപ്പ് വിജയിക്കോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഒരു സിറ്റുവേഷൻ നമ്മൾക്കൊന്ന് ചിന്തിച്ചു നോക്കുക. അഭിഷേക് ശർമ്മ എങ്ങനെ ഔട്ടാവുകയാണെങ്കിൽ
പിന്നീട് വരുന്ന താരങ്ങളേക്ക് ഒരു വിശ്വസിക്കാവുന്ന ഒരു താരങ്ങൾ ഇന്ത്യ ബാറ്റിംഗ് നിരയിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഏത് നിമിഷവും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകാൻ സാധ്യതയുള്ള ഒരു ഇന്ത്യൻ ടീം ഉണ്ട്. ആ ഒരു ഇന്ത്യൻ ടീമിലെ ഇങ്ങ് തിരിച്ചു കൊണ്ടുവരരുത്, ഇന്ത്യ ഏഷ്യ കപ്പ് നേടണമെന്നാണ് തന്നെ ആഗ്രഹം. അപ്പോ ആ ഒരു അടിത്തറ വന്നില്ലെങ്കിൽ ചിലപ്പോ ഇന്ത്യക്ക് ഒരു റൺ ചേസിന് സാധിക്കുമോ എന്ന് എനിക്ക് ഭയങ്കര സംശയം ചില കളികൾ കാണുമ്പോൾ തോന്നാറുണ്ട്. അതേപോലെ ബൗളിംഗ് ഇത് കണ്ടപ്പോൾ, ഈ കളി കണ്ടപ്പോൾ ബൗളിംഗിൽ എന്റെ ആശങ്ക, എനിക്ക് തോന്നിയ ഈ ഒരു ആശങ്ക നിങ്ങളുമായി പങ്കുവെക്കണം. അതായത് വെറുതെ ബൗളർ ചെയ്യണമെന്ന്, ഒരു ബോൾ സ്വിങ് ചെയ്യുന്നത് സത്യം പറഞ്ഞ ചത്ത പിച്ചാണ്. ബോളർമാർക്ക് നല്ല അനുകൂലമാണ്, പ്രത്യേകിച്ച് സ്പിൻ ബോളർമാർക്കും സ്ലോ ഡെത്ത് ബോളർമാർക്കും കഴിക്കാം. പക്ഷേ ഇന്ത്യക്ക് ആ ഒരു ആനുകൂല്യം മുതലെടുക്കാൻ സാധിച്ചില്ല. അതെ, മൂന്നാമത്തെ വിക്കറ്റ് പോയി ഹാർദിക് പാണ്ഡ്യയുടെ ബോളിൽ മൂന്നാമത്തെ വിക്കറ്റ് പോയി. 19ാമത്തെ ഓവറാണ്. അടുത്ത കളിയിൽ ഇന്ത്യ ജയിക്കും. അതായത് 7 ബോളിൽ നിന്ന് 35 റൺസ് വേണം. ഒമാനെ കൊണ്ട് ഒരിക്കലും അടിക്കാൻ സാധിക്കില്ല. പക്ഷെ ഈ ഒരു കളി എന്ത് വന്നാലും എന്താ പറയണം, കളി ഏതായാലും ജയിക്കും. പക്ഷെ ഈ ഒരു കളിയൊന്നും പോരാ ഇന്ത്യ ഏഷ്യ കപ്പിൽ മുത്തവണ. ഏതായാലും അടുത്ത കളി പാകിസ്ഥാനായിട്ടാണ്. അഡപ്പടലം കഴിഞ്ഞ കളിയിനേക്കാൾ ആധികാരികമായിട്ട് അവരായിട്ട് ജയിക്കണമെന്നാണ് ആഗ്രഹം. ടീം ഇന്ത്യയുടെ കുറവായിട്ടൊന്നും പറഞ്ഞല്ലോ. കളി കണ്ടപ്പോൾ ഒരു ആശങ്ക, ഒരു സാധാരണ ഒരു ക്രിക്കറ്റ് പ്രേമി എന്ന രീതിയിൽ നിങ്ങളോട് പങ്കുവെച്ചത് മാത്രമാണ് ഞാൻ. അടുത്ത കളി ഏതായാലും പാകിസ്ഥാനെതിരെയാണ്. പാകിസ്ഥാനെതിരെ അടുത്ത കളിയിലും നല്ല ആധികാരികമായ ജയം പിടിച്ചു വാങ്ങിയാൽ മാത്രമേ നമ്മൾക്ക് അടുത്ത കളികളിൽ, അതിന്റെ അടുത്ത കളി ശ്രീലങ്കയായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ ടൂർണമെന്റിലെ ഏറ്റവും നല്ലൊരു ടീമായിട്ട് കളിക്കണം ഇന്ത്യയുള്ള ഫേവറേറ്റ് കളി, ഇന്ത്യക്ക് ശേഷം മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു ടീം ശ്രീലങ്കയായിട്ടാണ് എനിക്ക് തോന്നിയേക്കണം. പാകിസ്ഥാൻ ഒരു പഴയ പ്രതാപമൊന്നും പാകിസ്ഥാൻ ഇല്ല. അപ്പൊ അങ്ങനെ അടുത്ത കളി പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് അനായാസം വിജയം സാധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കോൺഫിഡൻസ് ലെവൽ അത്രയും കൂടും. കളിക്കാരൊക്കെ ഒരു ടെൻഷൻ ഫ്രീ ആവും. സമ്മർദ്ദത്തെ അതിജീവിച്ചിട്ട് നല്ല രീതിയിൽ ബാറ്റ് എന്തായാലും നല്ല രീതിയിൽ ബൗൾ ചെയ്യാൻ കഴിയും. സമ്മർദ്ദം എന്ന് പറയുന്ന സാധനത്തിൽ ക്രിക്കറ്റിലും ഫുട്ബോളിലല്ല ക്രിക്കറ്റിൽ വളരെയേറെ കാര്യമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാറ്റ് ചെയ്യുമ്പോഴും ബൗൾ ചെയ്യുമ്പോഴും ആശങ്കയോടെയാണ് ചെയ്യുമെങ്കിൽ നമ്മുടെ താളപ്പിഴകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് എല്ലാ സ്പോർട്സിലും കണക്കാണ്, ഫുട്ബോളിലും ഉണ്ട്, അപ്പൊ ക്രിക്കറ്റിലും ഉണ്ട്. അപ്പൊ അടുത്ത കളിയെങ്കിലും പാകിസ്ഥാനെതിരെ മികച്ച രീതിയിൽ ഇന്ത്യ കളിച്ച് 18 ഓവറായി. അപ്പൊ ഇന്ത്യ മികച്ച രീതിയിൽ കളിച്ചിട്ട് ഇന്ത്യ ജയിച്ചിട്ട് ഏഷ്യ കപ്പിലേക്ക് ഒരു എത്തിപ്പിടിക്കണം എന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത്. അപ്പൊ എനിക്കുണ്ടായ ആശങ്കകളുമായി നിങ്ങളുമായി പങ്കുവെക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു പാതിരാത്രി ഒരു 12 മണി കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളോട് വന്നിരുന്നിട്ട് ഈ ഒരു കഥയൊന്നും പറയില്ലല്ലോ. അതുകൊണ്ടാണ് ഈ പറഞ്ഞു വന്നത്. ഏതായാലും ഹാർദിക് പാണ്ഡ്യയുടെ ഈ മത്സരത്തിലെ ഏറ്റവും മികച്ച 2 കാര്യങ്ങൾ, ഒന്ന് അദ്ദേഹം അമീർ സമീദ, അദ്ദേഹം അവരെ ബാറ്റർ, പോലെ മിശ്ര, ഇന്ത്യയുടെ സഞ്ജു സാംസൺ, തിലക് വർമ്മ, അക്ഷർ പട്ടേലിന്റെ ബാറ്റിങ്, ഇതല്ലാതെ വേറൊന്നും എടുത്തു പറയാത്ത ഒന്നുമില്ല. ഏതായാലും അടുത്ത കളിയിൽ നോക്കാം. നോ ബോൾ എറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും അടുത്ത കളി നോക്കാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.